Hello, welcome back to the another episode. ഞാൻ അൽ ഹസൻ. സോ സപ്ലിമെന്ററി എക്സാമുമായി ബന്ധപ്പെട്ടുള്ള വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സബ്ജക്ട് ഷെഡ്യൂൾ ഫോർ CTS അഥവാ സപ്ലിമെന്ററി ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീം സപ്ലിമെന്ററി എക്സാമിനേഷൻ 2024 ഒരുപാട് പേര് പല തവണയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ എക്സാം വന്നിരിക്കുകയാണ്. The supplementary examination 2024 of trainees under CTS Craftsman Training Scheme is planned to be held via Skill India Digital Hub അഥവാ SID platform as per the permissible number of supplementary attempt trainees of admission year 2019 second year of 2-year trades and all trainees from admission year 2020 and onward will be eligible to appear in the supplementary examination 2024. അതായത് സപ്ലിമെന്ററി എക്സാമിനേഷൻ 2024 നടക്കാൻ പോവുകയാണ്. അവിടെ നമ്മൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2019 ബാച്ചിലെ 2 വർഷത്തെ ട്രേഡുകാരുടെ രണ്ടാം വർഷത്തെ എക്സാമും രണ്ടാം വർഷത്തിൽ ഏതെങ്കിലും കാരണവശാൽ എക്സാം എഴുതാൻ പറ്റാത്തതോ എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക ജയിക്കാൻ പറ്റാത്തതോ ഒക്കെ ആയിട്ടുള്ള 2019 2 വർഷത്തെ ട്രേഡിലെ രണ്ടാം വർഷത്തെ സപ്ലിമെന്ററി എക്സാം, അതുപോലെ എന്താണ് പറയുന്നത് സെക്കൻഡ് ഇയർ ഓഫ് 2-year ട്രേഡ്സ് ഓക്കെ 2 വർഷത്തെ ട്രേഡിന്റെ രണ്ടാം വർഷത്തെ സപ്ലിമെന്ററി എക്സാം ആൻഡ് ഓൾ ട്രെയിനീസ് ഫ്രം അഡ്മിഷൻ ഇയർ 2020 ആൻഡ് ഓൺവേർഡ് വിൽ ബി എലിജിബിൾ ടു അപ്പിയർ ഇൻ ദി സപ്ലിമെന്ററി എക്സാമിനേഷൻ 2024. 2020 അഡ്മിഷൻ എടുത്ത് 2020, 21, 22, 23 വർഷത്തെ 24 കഴിഞ്ഞല്ലായിരുന്നു. അപ്പം അത്രയും ഓക്കെ 24 ഇരിക്കട്ടെ, അങ്ങനെ 24 ഓക്കെ. സോ അപ്പം ഇത്രയും ഇതുവരെയുള്ളത് 2020 to 24 വരെയുള്ള എല്ലാ വർഷത്തെയും എല്ലാ എക്സാമുകളിലും എന്ത് ചെയ്യാൻ പോവാണ്, സപ്ലിമെന്ററി എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, the trainees meeting any of the following criteria will be able to take supplementary examination. ഓക്കെ, അപ്പൊ ട്രെയിനീസിന് ഇവിടെ പറയുന്ന ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് പങ്കെടുക്കാം. സബ്ജക്ട് ടു ദം ബീയിങ് ഡിക്ലെയർഡ് എലിജിബിൾ ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. നോക്കാം, ട്രെയിനീസ് ഹു ആർ എലിജിബിൾ ബേസ്ഡ് ഓൺ അറ്റൻഡൻസ് ആൻഡ് FA ക്രൈറ്റീരിയ ബട്ട് വേർ ഫെയിൽഡ് ഓർ ഡീബാർഡ് ഓർ ആബ്സെന്റ്. അപ്പം നിങ്ങൾ ട്രെയിനീസ് എക്സാമിന് എലിജിബിൾ ആയിരുന്നു അറ്റൻഡൻസിന്റെ FA ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട്, പക്ഷെ ആൾ ഫെയിൽഡ് ആവുകയോ ഡീബാർഡ് ആവുകയോ ആബ്സെന്റ് ആവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ദെൻ ട്രെയിനീസ് ഹൂസ് അറ്റൻഡൻസ് ആൻഡ് ഓർ FA എന്താണ് പറയുക എൻട്രീസ് ഹാഡ് നോട്ട് ബീൻ ഫിൽഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് but the institute declare them as eligible at the time of supplementary examinations. അത്തരത്തിലുള്ള കാൻഡിഡേറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ട്രെയിനീസ് ഹൂസ് അറ്റൻഡൻസ് ഈസ് ലെസ് ദാൻ മിനിമം റിക്വയർമെന്റ് ഓഫ് 80% ബട്ട് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 50% വിൽ ബി ഏബിൾ ടു ടേക്ക് ദി എക്സാമിനേഷൻ പ്രൊവൈഡഡ് ദ ട്രെയിനീസ് മേക്ക് ഫോർ ദ ഷോർട്ടേജ് ഓഫ് അറ്റൻഡൻസ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിക്ലെയർ ദ ട്രെയിനീസ് ആസ് എലിജിബിൾ. ഓക്കെ, അപ്പൊ ഈ 3 ക്രൈറ്റീരിയ, അപ്പം എന്തെങ്കിലും ആവട്ടെ നിങ്ങളിപ്പോ എന്ത് ചെയ്യുക, ജസ്റ്റ് സപ്ലിമെന്ററി എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഈ 3 ക്രൈറ്റീരിയ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ ദ എക്സാമിനേഷൻ ആക്ടിവിറ്റീസ് ഈസ് പ്ലാൻ ടു ബിഗിൻ ഇൻ January 2025. ദ ഫോളോവിങ് ടെൻഡേറ്റീവ്സ് ഡേറ്റ്സ്. അപ്പം 27 ജനുവരി മുതൽ 6 ഫെബ്രുവരി 2025 വരെ എലിജിബിലിറ്റി ക്രിയേഷൻ ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഫീ സബ്മിഷൻ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ഡേറ്റിന് നടക്കുന്നത്. എന്തൊക്കെയാണ്, എലിജിബിലിറ്റി ക്രിയേഷൻ, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഫീ സബ്മിഷൻ. അപ്പം ഈ ഡേറ്റ് മറക്കണ്ട, ITകളാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്. ഓക്കെ, ഇനി ഫോർ ട്രെയിനീസ് who were short of attendance during main examination by not more than 50%. Okay, അപ്പം IT will be able to update their attendance. ITക്ക് കഴിയും എങ്ങനെ എക്സ്ട്രാ ക്ലാസ്സസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, സോ ദ ഡേറ്റ് ഓഫ് ഫർദർ ആക്ടിവിറ്റീസ് എക്സാമ്പിൾ CBT ഫീ പേയ്മെന്റ്, CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫീ പേയ്മെന്റ്, CBTയുടെ ഫീ പേയ്മെന്റ്, പ്രാക്ടിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷന്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം വളരെ അത്യാവശ്യമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആരെങ്കിലും തിയറി പേപ്പറിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് തിയറി, ട്രേഡ് തിയറി, അല്ലെങ്കിൽ എന്താ പറയുക ലൈക്ക് എംപ്ലോയബിലിറ്റി സ്കിൽ, ഇതിലേതെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
നിമീന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പോൾ ഇരുന്ന് പഠിക്കുക. അല്ലെങ്കിൽ നിമീന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, ഇത്തവണ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവും. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ്, അറിയാലോ. അപ്പോൾ നമ്മൾ 2 വർഷം 1 വർഷമൊക്കെ ഐ ടിയിൽ പോയത് വേസ്റ്റ് ആക്കണ്ട. ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ITI സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക്, പ്രധാനമായിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വിവരം ഷെയർ ചെയ്തെത്തിക്കാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.